അനേകം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അവയെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ ജീവിതം സുന്ദരവും സന്തോഷകരവുമായി തീരുന്നത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഇതുപോലുള്ള നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പാർട്ടി ജിൻസൺ. ട്രെയിൻ ടെസ്റ്റ് പാസ്സായോ? അടിപൊളി. പാർട്ടിയോ? പിന്നെന്താ, ഞാനെത്തിയേക്കാം കേട്ടോ. നമുക്ക് പൊളിക്കണം. ഓക്കെ. നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു പയ്യൻ വന്നിട്ടുണ്ട്. നീ അവനൊരു ജോലി ശരിയാക്കി കൊടുക്കാം. ജോലിയല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. നാളെ പോൾസന്റെ അക്കൗണ്ടിലേക്ക് പറഞ്ഞുകൂടെ, ഞാൻ അവനെ വിളിച്ചു പറഞ്ഞേക്കാം. അച്ഛനെ, നിനക്ക് പോൾസിനൊക്കെ അറിയാവോ? അളിയാ, ഒരു കാര്യം പറയട്ടെ. ഇവന് പോൾസിനെ മാത്രമല്ല, ഇവിടെ ഉള്ള സകല ആൾക്കാരും ഇവനറിയാം. ഈ മിനിസ്റ്റർ, സോളിസിറ്റർ, കംപ്ലീറ്റ് ആൾക്കാർ ഇവൻ്റെ ഫ്രണ്ട്സാണ്. ഈ അടുത്താണ് ആ ബിനുവിൻ്റെ കാര്യം ഇവൻ പുല്ലുപോലെ ഡീൽ ചെയ്തിട്ടു. കൂടാതെ 2 ഏക്കർ സ്ഥലം ഇവനും പോൾസിനോട് ചേർന്ന് ബൺ ക്ലൗഡ് ഗോൾഫ് ക്ലബ് എടുത്തത്. പിന്നെ ആരും മുതലെന്നറിയും. ഇതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമുള്ള കേസൊന്നും അല്ലത്. ചെറിയ കേസാണ്. എന്താടാ പിന്നെന്താ അതെ സാധനം എടുക്കുന്നത് ഒരു ചില്ലൊക്കെ വേണ്ട. പൊളിക്കണം.
ഇവിടെ ഒന്നും ഇല്ലല്ലോ. എടാ അമലേ, അമലേ, എന്താ അമലേ ഈ വിടാറിയാ? എൻ്റെ അല്ലേ? എന്റെ അല്ലേ? അപ്പൊ ഞാനോ? ഇവിടെ താമസിക്കുന്ന ഗസ്റ്റ് അല്ലേ? ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ ആറ് കടമയാ? എടാ വിശക്കുന്നടാ, എന്തെങ്കിലും ഉണ്ടാക്കി താടാ, പാടാ, ഇവിടെ ഒരു കോപ്പുമില്ല. അതായിരുന്നു. എടാ നമ്മൾ ഇന്നലെ മേടിച്ച ഫുഡൊക്കെ എന്ത് ചെയ്യേ? അതല്ല നമ്മൾ ഇന്നലെ അടുത്ത് കഴിച്ചത്. ഇന്നലെയോ? എടാ ഇന്നലെ എന്നാ സംഭവിച്ചേ? അത് ശരി, നീലും മറന്നാ? എടാ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. എടാ ഞാൻ ഇന്നലെ എപ്പോഴാണ് കിടന്നുറങ്ങിയേ? എടാ നീ ഇന്നലെ പാർട്ടി കഴിഞ്ഞ് വന്ന് വീണ്ടും വെള്ളം അടിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് വെള്ളം അടുപ്പിച്ച് ഇവിടുന്ന് പൊറോട്ടയും മുട്ടയും ബീഫും ചാറും ഒക്കെ എടുത്ത് കഴിച്ച് അത് വാളും വെച്ച് അത് വാളും കോരി നിന്നെ കുളിപ്പിച്ചിട്ട് ടാറ്റ എന്നിട്ടാണ് നിന്നെ പറഞ്ഞ് ഞാൻ കിടത്തി ഉറക്കിയത്. ഷോ എനിക്കൊന്നും ഓർമ്മയില്ലടാ, കംപ്ലീറ്റ് ബ്ലാങ്കാ. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് മറവി കൂടുതലാണ്. എടാ അഭി ഇങ്ങനെ പോയാൽ നീ പടമാവും. എല്ലാ ദിവസവും ജോലി കൊടി ഉറക്കം, ജോലി കൊടി ഉറക്കം, പോരാത്തതിന് അവിടെ ഒരു കലണ്ടർ. എടാ എന്തുവാടാ ആ കലണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബർത്ത്ഡേ പാർട്ടി, ആനിവേഴ്സറി പാർട്ടി, ടെസ്റ്റ് കിട്ടിയതിൻ്റെ പാർട്ടി, ടെസ്റ്റ് പോയിൻ്റെ പാർട്ടി, ജോലി കിട്ടിയതിൻ്റെ പാർട്ടി, ജോലി പോയിൻ്റെ പാർട്ടി. കുടിക്കുക ഓരോടെ കാരണങ്ങൾ. എടാ ഇത്ര ആത്മാർത്ഥം നിനക്ക് നിന്റെ സ്വന്തം ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒന്ന് ചവിട്ടിക്കൂറടാ. നീ പോടാ, ഇതൊക്കെയല്ലേ ഒരു ഹരം. ഇതൊന്നും ഇല്ലാതെ എന്നാ ലൈഫ്? ആറാ ബെല്ലടിക്കുന്നു, പോയി ആരാ നോക്കിയേ. ഞാൻ തന്നെയല്ലേ എപ്പോഴും പോകുന്നു തുറക്കാൻ. ഹലോടാ പോൾസാ. എടാ നമ്മുടെ ഒരു പയ്യൻ വരും കേട്ടോ നിന്നെ കാണാനായിട്ട്. ഹലോ, നാശം വന്ന്. എന്നാ മോനെ വിശേഷം? ഓ ഒന്നും കേട്ടോ, എന്നെ കൊണ്ട് സുഖമായിട്ടിരിക്കുന്ന. വാ നമുക്ക് പറയട്ടെ. എടാ അഭി എന്തി? അഭി ഉറക്കോ? ഇത്ര നേരമായിട്ടോ? ഞാൻ വിളിച്ചിട്ടാണല്ലോടാ വന്നത്. അത് ഇന്നലെ വന്നത് ലേറ്റ് ആയിട്ടാണ്, അപ്പം അത് കഴിഞ്ഞ് ഉറക്കവാ, എണ്ണിട്ടില്ല. അവൻ കിടന്നുറങ്ങട്ടെ, സാധനം ഇരിപ്പുണ്ടോ? ഇല്ലാട്ടോ, ഞങ്ങൾ അതൊക്കെ ഇന്നലെ അടിച്ചു തീർത്ത്. രണ്ടെണ്ണം ഊത്താനുള്ളത് കാണത്തില്ലേ? ഞങ്ങൾ ഇന്നലെ നക്കി തുടച്ചിന്നലെ. അതാ. നീ ഒരു കാര്യം ചെയ്യും, രണ്ട് ഗ്ലാസ് എടുത്ത് പോയി, ഞാൻ പോയി സാധനം എടുത്തോണ്ട് കുഴപ്പമില്ലെന്ന്, കുഴപ്പമില്ല. അങ്ങ് പിന്നെ ഒരു തിരിക്കാന്ന്. അവനിപ്പോ ഉറക്കല്ലേ? എടാ അവൻ എഴുന്നേക്കുമല്ലോ. ആരാടാ വന്നേ? സുല്ലേട്ടനോ വന്നാലി വന്ന കാലിൽ പുറത്ത്. അതാണ് സാധനം. വാ കം ഇൻസൈഡ്. കാണാം, പിന്നെ കാണാം. ചേട്ടൻ വാ ചേട്ടാ. എന്നതാടാ ഇത്? സംസാരിച്ച് തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ശരിക്കും എന്നതാ പ്രശ്നം? ഒന്നും പറയണ്ട ചേട്ടാ. ഇവന്റെ കുടിയും അഹങ്കാരവും കാരണം ഒരു 5-6 മാസമായിട്ട് ഇവൻ ഇവിടെ. അതൊക്കെ വിടറാവേ, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഇവിടെ കൊള്ളാം. നീ അല്ലടാ പറഞ്ഞ ഇവിടെ സാധനമൊന്നും ഇല്ലെന്ന്. ഇവരത് എവിടൊക്കെയാ വെച്ചേക്കുന്നത് ആർക്കറിയാം. ഇതെന്താ 2 ഗ്ലാസ്? നിന്റെ ഗ്ലാസ് എന്ത്? ഓ എനിക്ക് വേണ്ട. എടാ എന്നാ ഒരു കുപ്പി വെള്ളം എടുത്തുണ്ടോ? ഷോടാ. എടാ നിങ്ങൾ അടിക്കടാ. ഓ ഞാനില്ല. എടാ കോപ്പേ, 2 കൊല്ലം മുമ്പ് നീ അയർലൻഡിൽ വന്നപ്പോൾ ഈ കൊടും തണുപ്പില് ഒരു പെഗ് ഒഴിച്ചു തരാൻ നീ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ മറക്കരുത്.
പണ്ട് പാരമ്പത്തിലൂടെ ഒരു എടുത്ത് ചെറുചാറ് നടന്നൊരു കാലം ഓടി നടന്നൊരു പെണ്ണെ കരിവളയിട്ട് കൃഷി കൊണ്ടുവരച്ച് നടന്നൊരു കാലം ഓടി നടന്നൊരു പെണ്ണെ. തേൻ വണ്ടു ഞാൻ മലരേ തേൻ അല്ല ബേബി പറയടാ എന്നാണ്ട് ഹലോ എടാ നീ എവിടെയാ? എടാ ഇന്നല്ലടാ മറ്റേ നമ്മുടെ ബെന്നിയുടെ പാർട്ടി. ആണോ? സോറി ഞാൻ മറന്നുപോയി. വാ വേഗം വരുന്നുണ്ടെങ്കിൽ. ഞാനാ എപ്പോൾ എത്താം കേട്ടോ. സോറി, പെട്ടെന്ന് എത്താം കേട്ടോ. ഓക്കെ. എവിടെ പോവാ? എടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരാം. എടാ നീ ഇനി എങ്ങോട്ടും പോകണ്ട. നീ ഇന്നിനിയും എവിടെയും പോകണ്ട. എടാ ഞാൻ ബെന്നിയുടെ വീട് വരെ പോയിട്ട് ഇന്ന് തല കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഒരു പാർട്ടി ഉണ്ട്. എടാ അഭി നീ ഇപ്പം തന്നെ ഓവറാണ്. നീ പോയാൽ ശരിയാവില്ല. നീ പോകണ്ട. എടാ ഞാൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഞാൻ ദേ പോയിട്ട് പെട്ടെന്ന് വരാം. എൻ്റെ അളിയാ ശ്യാമേ, ഇന്നത്തെ ഹെവി പരിപാടിയായിരുന്നു കേട്ടോ. വൻ പൊളിയായിരുന്നു. അതാണ് എന്റെ ഡാൻസും പാട്ടും നമ്മുടെ പിള്ളേരെ. അതാണ് നമ്മളെ പിള്ളേരൊക്കെ ഉണ്ടോ? അളിയാ സമയത്തിന് ലേറ്റായി. ഞാൻ പോവാണ്. ഞാൻ അമലിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. സമയം ഒത്തിരി ലേറ്റായി. സോറി അളിയാ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഓക്കെ. അയ്യാ അയ്യാ ഇത്തേക്ക് പോകണ്ട. പ്രശ്നമുള്ള കേസല്ല. അറേഞ്ച് ചെയ്യാം. പ്രശ്നമുള്ള കേസല്ല, ഞാൻ പൊക്കോളാം. അളിയാ, ഡോണ്ട് വറി, ഡോണ്ട് വറി, നില്ല്. ഡോണ്ട് വറി, ഡോണ്ട് വറി.
ഹലോടാ. ആബി പറയടാ. എടാ ഒരു പണി കിട്ടിയടാ. എന്നാ ഒരാൾ വണ്ടി ഇടിച്ചടാ, അറിയാതെ വണ്ടി ഇടിച്ചു. നീ എവിടാ? എന്നാ വണ്ടി തട്ടിയുന്നു? എടാ ഞാനേ ഒരു ഇത്തിരി തിരക്കില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ തിരിച്ച് വിളിക്കാം കേട്ടോ. ഇതൊക്കെ പിടിക്കാൻ പോയ വള്ളിയാ മോനെ. അബി എന്നാണ്ട് വാർത്തകൾ? ഹലോ എടാ. എടാ നീ ഫ്രീ ആണോ? എടാ ചെറിയൊരു പണി കിട്ടി, ഒരാളെ തട്ടി. നീ ഫ്രീ ആണോ? ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ? അവൾക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുകയായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ വേറൊരാളെ അന്വേഷിക്കാമോ? എന്നാൽ ശരി കേട്ടോ. ഓക്കെടാ, ബൈ. ഒരുത്തന്മാരോടൊക്കെ പറഞ്ഞാലും കേൾക്കുകയില്ല. ചുമ്മാ അത് വെള്ളം അടിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞതാണ്. വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചിട്ട് ബാക്കിയുള്ളതിനെ ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടി. എന്താ ചെയ്യുക അല്ലേ? All right, sir. Yes, hello. As there was Hi. an accident, I suspect that you have alcohol taken. It is a procedural requirement that you take a test. ഓക്കെ. All right, Mr. Abbey, your result shows that your alcohol intake is above the legal limit. You are now under our custody. Please wait here. എന്താ പറ്റിയേ? എടാ എന്താണെന്നറിയില്ലടാ, ഒരാളെ വണ്ടിയിൽ നിന്ന് തട്ടി. ഞാനാണ് ആംബുലൻസ് വിളിക്കാൻ നോക്കിയിട്ട് ഫോണാണ് സ്വിച്ച് ഓഫ് ആയി. പിന്നെ അവിടെ നിന്ന് ഇട്ടിട്ട് പോകാൻ തോന്നില്ല. അവിടെ ആണെങ്കിൽ ആരും ഇല്ലായിരുന്നു. അയാൾ ഇട്ടിട്ട് പോലെ ഞാൻ എടുത്തുണ്ടെങ്കിൽ പോകുന്നു. Mr. Abbey, please come inside. Margaret, are you ready to talk now? Yeah, I can talk now. Okay, Margaret, can you remember exactly what happened? It was my mistake. Are you sure? This man's drink driving and he hit you with his car. Are you sure it's your mistake? No, it wasn't his fault. I'm diabetic and I was dizzy and I fell down and he arrived just in time and he saved me. I don't know what would have happened if he hadn't come. Right, let's go. Mr. Abbey, we're going to have to drop these charges, or as a consequence to you drink driving, we're going to suspend your driver's license for 3 years. ഓക്കെ ഓഫീസർ, ഐ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു മാർഗരറ്റ്. Abby, you were lucky this time. I know your wife. I worked with her for a long time. Next time, you might not be so lucky. Somebody could get very hurt. Your wife is struggling. You need to change your ways before you lose your family.
അമല ഇവിടെ ഒന്ന് നിർത്താവോടാ. ഇവിടെ നിർത്താവോ പ്ലീസ്? അതുപറ്റി എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. ആയിരുന്നു എടാ നീ പൊക്കോ കേട്ടോ. എടാ നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കേടാ, ഞാൻ വന്നേക്കാം. ഇന്ന് കുഞ്ഞിന് ഒരു GP അപ്പോയിൻമെന്റ് ഉണ്ട്, നിങ്ങൾ വരണം. GP അപ്പോയിൻമെന്റ് അല്ലേ? നീ അങ്ങ് പോയാൽ മതി. എന്നെയും കുഞ്ഞേക്കാട്ട് വലുതാണല്ലോ നിങ്ങൾക്ക് പാർട്ടി. ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്ത കേസാണത്. ചേട്ടാ അതാരാ വന്ന് നോക്കാവോ? നീയോ? നീ എന്താണ് പെട്ടിയായിട്ട്? എടാ ഇത് നിന്റെ പെട്ടിയാണ്, നീ ഇനി അങ്ങോട്ട് വരണ്ട. നിനക്ക് ഇവിടെ തന്നെ നല്ലത്, നിന്റെ സന്തോഷം ഇവിടെയാണ്. നീ ഇവിടെ നിന്നാൽ മതി.
മൂന്ന് വർഷം ആയില്ലേടാ, ഒന്ന് അടിച്ചൂടെ എനക്ക്? അബി, നീയല്ലേ പറഞ്ഞത് ആൻഡ്രൂസിനെ മീറ്റ് ചെയ്യണമെന്ന്? പുള്ളി അപ്പുറത്തിപ്പുണ്ട്, നിനക്കൊന്ന് പോയി കാണാം. ആൻഡ്രൂസ് കൊണ്ടിരിപ്പുണ്ടോ? ഞാൻ തന്നെ പുള്ളിയെ ഒന്ന് കണ്ടിട്ട് വരാം. ഹായ് ആൻഡ്രൂസ്, ഹൗ ആർ യു? Hey, I'm not too bad. Thanks. How are you? I'm good, thank you. എൻ്റെ പേര് അബി. Yeah, come and sit. എനിക്കറിയാം അബി, CEO of JD Logistics. 3 വർഷം കൊണ്ട് ഒരു ചെറിയ കമ്പനിയെ വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റി. പോരാത്തിന് ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും. ഏയ്, അതൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നേ. ആയിക്കോട്ടെ, പറയൂ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? കുറച്ച് നാൾ മുന്നേ ഞാനൊരു പ്രപ്പോസൽ അയച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ആ ഫയൽ ഞാൻ കണ്ടിരുന്നു. I really liked it and I was planning to call you next week. Okay. You know what? I'm ready to invest 1 million euros in your company. Thank you so much, Andrews. That's okay. Come and meet me in the office next week. Okay, Andrews, I will definitely meet you next week. Ole, come on, take a drink. It's okay, Andrews. Thank you. ക്ഷമിക്കണം ആൻഡ്രൂസ്, ഞാനിന്ന് ആസ്വദിക്കുന്ന ലഹരി, അതെ, എൻ്റെ കുടുംബമെന്ന ഈ മനോഹര സൗന്ദര്യം മറ്റൊന്നിനും ഈ നിമിഷം എനിക്ക് നൽകുവാൻ സാധിക്കുകയില്ല. വെറും നൈമിഷ്യമായ സുഖത്തിനു വേണ്ടി ഈ മനോഹാരിത വിട്ടു നൽകുവാനും ഞാൻ തയ്യാറല്ല.